നോവുകൾ തീർക്കുന്ന ഏതൊരു പേമാരിക്കപ്പുറവും സന്തോഷത്തിന്റെ ഒരു വസന്തകാലം ഉണ്ടാവും. ഏകദേശം 140 കോടിയിലേറെ ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. ഈ ജനങ്ങളെ മുഴുവൻ ഒറ്റ കുടക്കീഴിൽ അണിനിരത്താൻ ഇവിടെ എന്തിനെങ്കിലും സാധിക്കുമെങ്കിൽ അത് ക്രിക്കറ്റിന് മാത്രമാണ്. ഒരൊറ്റ മനസ്സ്, ഒരൊറ്റ ലക്ഷ്യം, ഇന്ത്യയുടെ വിജയം. അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിയിലും ചാമ്പ്യന്മാരായി ഇന്ത്യ ഇതാ ലോകത്തിന് മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്നു. ഇനി ആഘോഷത്തിന്റെ നിമിഷങ്ങളാണ്, ആനന്ദത്തിന്റെ രാവുകളാണ്. ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ പോരാട്ടത്തിൽ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലാൻഡ് 251 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് രോഹിത് ശർമ്മയും ഗില്ലും ചേർന്ന് മികച്ചൊരു തുടക്കമായിരുന്നു നൽകിയത്. എന്നാൽ പിന്നീട് ഇടവേളകളിൽ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു. ഒരു നിമിഷം ഇന്ത്യൻ ആരാധകരെല്ലാം പരിഭ്രാന്തരായി. പക്ഷേ മധ്യനിര ബാറ്റ്സ്മാൻമാർ കൃത്യതയാർന്നു ബാറ്റ് വീശിയതോടെ വിജയം ഇന്ത്യക്കൊപ്പം നിന്നു. ക്രിക്കറ്റിലെ ഓസ്ട്രേലിയൻ മൊണോപ്പൊളി എന്നൊക്കെ പണ്ടു പറയാറുണ്ടായിരുന്നു. ആ കാലമൊക്കെ എന്നേ കടന്നുപോയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇന്ത്യയുടെ മൊണോപ്പൊളിയാണ്. ICC T20 ലോകകപ്പിന് പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫി കൂടി നേടിയതോടെ ഇന്ത്യ അത് ഉറപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ഈ വിജയത്തിൽ ആനന്ദിക്കുമ്പോഴും ന്യൂസിലാൻഡിന്റെ പോരാട്ട വീരത്തെയും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അവരും എല്ലാ ICC ടൂർണമെന്റുകളിലും ഫേവറേറ്റ് ആണ്. പലകുറി അവസാന ഘട്ടം വരെ പോരാടി വീണ അവർക്ക് വരുന്ന ICC ടൂർണമെന്റുകളിൽ കിരീടം നേടാൻ സാധിക്കട്ടെ. 11 പേർ മൈതാനത്ത്, ആയിരക്കണക്കിന് പേർ ഗാലറിയിൽ, കോടിക്കണക്കിന് പേർ അതിനു പുറത്ത്. ഇത് അവരുടെ എല്ലാം വിജയമാണ്, നമ്മുടെ വിജയമാണ്, ഇന്ത്യയുടെ വിജയമാണ്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.